എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം, നമ്മുടെ വീടും നാടും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു പരിചയപ്പെടുത്തൽ. അപ്പോൾ ഇന്ന് ആദ്യവെള്ളിയാണ്. ആദ്യവെള്ളി ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് നല്ല തിരക്കാണ്. നമ്മുടെ വീട് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്. തിരുവല്ല റൂട്ടിൽ നിരറ്റുപുറം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചക്കുളത്തുകാവ് ക്ഷേത്രം ആ ആർച്ചിനകത്തൂടെ തന്നെ കയറിപ്പോകണം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. പിന്നെ നമ്മളിന്ന് ആദ്യവെള്ളി ആയതുകൊണ്ട് നമുക്കിന്ന് അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് പോകാം. അപ്പോൾ അതുവഴി വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനും മോളും കൂടെ വന്നത്. അപ്പം ഞങ്ങൾ ആ ജംഗ്ഷൻ ഹൈവേയിൽ നിന്ന് തന്നെ നിരറ്റൂറം ജംഗ്ഷനിൽ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആ അമ്പലത്തിലേക്ക് കയറുന്ന വഴിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേച്ചിയും മോളെയും കണ്ടു. അവരുമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഇതാണ് പോകുന്നത്. അപ്പം നല്ല തിരക്കുണ്ട്. ആദ്യവെള്ളി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇന്ന് അമ്പലത്തിൽ. അപ്പോൾ ഒന്ന് തൊഴുതിട്ട് നമുക്ക് വരാമെന്ന് കരുതി. നമ്മളിവിടെയൊക്കെ നമ്മൾ അറിയുന്ന കടകൾ തന്നെയാണ് കേട്ടോ. കാരണം ഈ ചേട്ടനെയും അനിയനെയും ഒക്കെ അറിയുന്നവർ തന്നെയാണ് ഈ പരിസരത്തുള്ളത്. നമ്മളിതാ നല്ല വെയിലുണ്ട്. വെയിൽ കൊണ്ടിട്ട് തന്നെ നമുക്ക് കണ്ണ് കാണാത്തൊരവസ്ഥയാണ്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെയിലടിച്ചിട്ട്. അപ്പോൾ അത്രയും നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിൽ തൊഴാനായിട്ട്. ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊഴാനായിട്ട്. അപ്പോൾ അതാ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഇവിടെ താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നിൽക്കും. വെള്ളപ്പൊക്കം പ്രളയ സമയത്താണെങ്കിലും നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം വെള്ളം നിൽക്കുന്ന ചക്കുളത്തുകാവ് ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അത്രയും അധികം താഴ്ചയുള്ള സ്ഥലമാണിതൊക്കെ. അപ്പം നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രളയത്തിനൊക്കെ നമ്മൾ വള്ളത്തിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിവിടെ ഉള്ളവർക്കറിയാം, വെള്ളം വന്നു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിതാ ഇന്ന് തൊഴുതിട്ട് വരാമെന്ന് കരുതിയിട്ട് അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് കയറുന്നുണ്ട്. ആളുകളൊക്കെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 10:30 ആയിക്കാണും ഞങ്ങൾ തൊഴാനായിട്ട് വന്നിട്ട്. പക്ഷെ ആ സമയത്ത് ഒരുപാട് ആളുകൾ തൊഴാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മേടമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പം ആ വിഷുവിനോടനുബന്ധിച്ച് തന്നെ നല്ല ചടങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ. കണിയൊരുക്കലും നല്ല ചടങ്ങുകളൊക്കെ ആയിരുന്നു അമ്പലത്തിൽ. അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ അതുമാത്രമല്ല, ഹനുമാൻ സ്വാമിയുടെ നാമജപം, അവിടെ ആ നടയിൽ നാമജപം അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കുണ്ട്. അങ്ങനെ മൊത്തത്തിലാകെ തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴാൻ കയറി അമ്പലത്തിൽ. അപ്പോൾ അതാ നല്ല തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് വിഷുവിനൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പം നമ്മൾ ഇത് കണ്ടോ, ആൽത്തറയിൽ ദേവിക്ക് ചാർത്തുന്ന പട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ വാങ്ങിച്ചിട്ട് കെട്ടിയിടുന്നതായിരിക്കാം. പിന്നെ തൊട്ടിൽ മക്കളില്ലാത്തവർ കെട്ടുന്നതായിരിക്കാം. ഇത് ഹനുമാൻ നടയിൽ ഇത് നാമജപം നടക്കുന്നതാണ്. നമ്മളങ്ങനെ എല്ലായിടത്തും എല്ലാ ദേവന്മാരെയും തൊഴുതിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരാമെന്ന് കരുതിയപ്പോൾ ദേവ് പറഞ്ഞു എനിക്ക് അമ്പലക്കടവിലൊന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ആഴമുള്ളത് കൊണ്ട് വഴുക്കലുണ്ട്. അപ്പം ഒത്തിരി ആഴത്തിലോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അപ്പം മേളിൽ സ്റ്റെപ്പിൽ നിന്ന് തന്നെ അവൾ കാല് കഴുകി കയറി. ഈ സമയം ഒരു 10-11 മണിയായി കേട്ടോ. ആളുകളൊക്കെ നല്ല തിരക്കുണ്ട്. കുറേ ദൂര സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ 1-ാം തീയതി ആയത് വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങനെ വണ്ടി പിടിച്ച് ഒന്നിച്ച് വരില്ലേ. അപ്പോൾ അങ്ങനെ നല്ല ആ തിരക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ദേവിനെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വെള്ളം സർബത്ത് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി പിന്നെയും തിരിച്ച് നമ്മൾ റോഡിലേക്ക്, അവിടെയാണ് ഒരു കടയുള്ളത് സർബത്ത് കുടിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് KSRTC ബസ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം കൊല്ലം ബസ്സൊക്കെ എടുക്കുന്നുണ്ട്. കൊല്ലം ബസ്സൊക്കെ 10:50 ഇവിടെ നിന്ന് എടുക്കും. അപ്പം ഇങ്ങോട്ട് വരുന്ന സമയം ഇതൊക്കെ പോകാൻ ഇത് വേറെ ബസ്സാണ്. 10:50 ബസ്സൊക്കെ പോയെന്ന് തോന്നുന്നു. അപ്പം ടെമ്പിൾ ഡേറ്റ് അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഉണ്ടല്ലോ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അമ്മയെ നമുക്ക് അതൊന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ സർബത്ത് കടയിലിരിക്കുന്നു വെള്ളം കുടിച്ചിട്ട് നമ്മളിതാ ഇത് ഹനുമാൻ സ്വാമിയുടെ നടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഭസ്മവും പൂജിച്ച്
നേർച്ച കഴിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ ചെറുതായിട്ട് കാണിക്കുന്നത്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ആ നേരെ കാണുന്ന വഴിയിൽ കൂടെ തന്നെ പോകണം. അപ്പം നമുക്ക് ഇത് സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് പാലം, ഗോവണിപ്പാലം എന്നൊക്കെയാണ് നമ്മൾ ഇതിന് പറയാറ്. ഈ പാലത്തിന് എല്ലാം അറിയപ്പെടുന്നത്. കാരണം ഇതിൽ നമുക്ക് വണ്ടിയൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് കറങ്ങി പോകണം. അപ്പം നമുക്ക് വണ്ടിയൊക്കെ ഇപ്പം തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ ആ പാലത്തിൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ട് നമ്മൾ അപ്പുറത്തൂടെ പോകും. നമുക്ക് അതേ വഴിയിൽ കൂടെ ഞങ്ങൾക്ക് അങ്ങ് പോകണം. അതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പം ഈ സ്റ്റെപ്പ് പാലത്തിൽ കൂടെ വണ്ടി പോകത്തില്ല. അപ്പം നമുക്ക് കറങ്ങി എടുത്തിട്ട് വരണം. അപ്പം അത് നമ്മൾ നടന്ന് ചെല്ലുന്ന സമയവും ബൈക്കിലും സ്കൂട്ടറിലോ കാറിലോ ഒക്കെ ആണെങ്കിൽ കൂടി കറങ്ങി വരുന്ന സമയമൊക്കെ തുല്യ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ നടന്ന് കറങ്ങി വരുന്നതിനേക്കാൾ ഇഷ്ടം ഇതിങ്ങനെ നടന്നു പോകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും ദൈവവും കൂടെ തൊഴുതിറങ്ങി അതുവഴി വരികയാണ്. അതുവഴി വന്നിട്ട് നമ്മുടെ വഴി കൂടെ പോവുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്ക സമയത്തും മഴ സമയത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്രയും ഭംഗി തോന്നുന്നുണ്ടെങ്കിലും മഴ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാവരും ആറ്റിലൊക്കെയാണ് കേട്ടോ. ഇപ്പം പിന്നെയും കുറവുണ്ട്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് മിക്കവരും ആറ്റിൽ തന്നെയാണ് കുളിക്കുകയെല്ലാം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പാത്രം കഴുകുന്നത് ഇപ്പോഴും ആറ്റിൽ തന്നെയാണ് കേട്ടോ. കുളിക്കാറ് അച്ഛനും ചേട്ടനും ഒക്കെ മാത്രമേ കുളിക്കാറുള്ളൂ. പക്ഷേ പാത്രം കഴുകുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആറ്റില്ല തന്നെ. നമുക്കിവിടെ വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ശുദ്ധജലത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫിൽറ്ററൊക്കെ വെച്ച് നമ്മൾ പോകുന്നു. അപ്പോൾ ഇവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അത് 2-3 വീടുകളേ ഉള്ളൂ. ഇതിൽ പോയി 2-3 വീടുകളേ ഉള്ളൂ ഞങ്ങൾ. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. നമ്മുടെ ചെറിയ ഒരുപാട് സ്ഥലവും സൗകര്യവും വലിയത് വീടൊന്നും അല്ല. നമ്മുടെ ഒരു ഞങ്ങളുടെ സ്വർഗം, ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ നമ്മുടെ വീടാണിത്. വീട്ടിലേക്ക് എത്തി കണ്ട് ഇത്രയും സ്ഥലവും ഒക്കെയാണ് നമുക്കുള്ളത്. എങ്കിലും ഞങ്ങൾ അതിൽ സംതൃപ്തരാണ്. നിറയെ ചെടി, അമ്മയൊക്കെ നല്ല ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതേ ഞങ്ങളുടെ അമലു, ദേവു വന്ന ഉടനെ തന്നെ കണ്ടോ തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവു അയാളെ എടുത്തൊക്കെ വെക്കണം. അയാൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ വീട് കണ്ടോ, കറങ്ങി വന്നത് ആറ് തന്നെയാണ്. നമ്മുടെ വീട് ഒത്തിരി സ്പേസിൽ വീടിത് ആറ് അങ്ങനെയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഇത് നമ്മൾ കൃഷ്ണനാണ്, നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിഷുവിനൊക്കെ ഒരുക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവു അമലുവായിട്ട് കുറച്ച് ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീടും നാടുമാണ് നമ്മൾ പരിചയപ്പെടുത്തി. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം.